ദുരഭിമാനക്കൊലയൊന്നും 2025 നടക്കില്ല എന്ന് പറയുമ്പോഴും ഇത് 2026 തുടക്കത്തിൽ പോലും കേൾക്കുന്നത് അത്തരത്തിലൊരു വാർത്തയാണ്. ദുരഭിമാനം, ജാതീയ നിക്ഷേപം, ഇതൊന്നും തന്നെ നമ്മളെ വിട്ട് പോയിട്ടില്ലാത്തിടത്തോളം കാലം തന്നെ നമ്മൾ എന്തിനു വേണ്ടിയാണോ പോരാടുന്നത് അതിനൊന്നും തന്നെ നീതി ലഭിക്കില്ല. മഹാരാഷ്ട്രയിലാണ് സംഭവം. നാദേക്കട്ടിൽ കാമുകനെ മർദ്ദനമേറ്റ് മരിച്ചതിനെ തുടർന്ന് മൃതദേഹത്തിൽ വിവാഹം ചെയ്ത യുവതിയുടെ മാതാപിതാക്കളും സഹോദരനും ഉൾപ്പെടെ 6 പേർ കൊലപാതക കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. കാമുകി അഞ്ചൽ മാമിദ്വാറിന്റെ സഹോദരനുമായി വഴക്കുണ്ടായതിനെ തുടർന്ന് വ്യാഴാഴ്ച വൈകുന്നേരം 20 വയസ്സുള്ള സക്ഷം ടേറ്റയെ കൊല്ലപ്പെട്ടു. കാമുകിക്ക് 21 വയസ്സായിരുന്നു. പ്രായവും അവർക്കൊരു പ്രശ്നമായിരുന്നു. 1 വയസ്സ് ഇളയ ഒരു പയ്യനാണ്. അതായിരിക്കാം ഒരു പക്ഷേ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ദുരഭിമാനക്കൊല കേസിൽ പ്രതികൾ 8 ആണ്. അവർ പേരെടുത്ത് പറയുന്നുണ്ട്. അഞ്ചലിൻ്റെ പിതാവ്, അഞ്ചലിൻ്റെ മാതാവ്, അഞ്ചലിൻ്റെ മൂത്ത സഹോദരൻ, അതുപോലെ തന്നെ കൂടാതെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്തൊരു ഒരാളും കൂടി ഈ കേസിൽ പ്രധാനമായി ഉണ്ട് എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നു. ഇത് കൃത്യമായി തന്നെ എല്ലായിടത്തും വൈറലാകുന്ന വാർത്തയായി മാറുന്നു. അഞ്ചലിൻ്റെ 17 വയസ്സുള്ള ഇളയ സഹോദരനും പ്രതികളുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 6 പേർ പിടിയിലായിട്ടുണ്ട്. 2 പേർ ഒളിവിലാണ്. അഞ്ചലിൻ്റെ ഇളയ സഹോദരൻ ടേറ്റയ്ക്ക് നേരെ വെടിയുതിർത്തതായും വെടിയുണ്ട വാരിയലിന് തുളച്ചു കയറിയതായും തുടർന്ന് തലയിൽ ടൈൽ കൊണ്ട് അടിക്കുകയും ചെയ്തതായി ആരോപണമുണ്ട്. വെള്ളിയാഴ്ച ടേറ്റയുടെ അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ ദുഃഖിതയായ അഞ്ചൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ വിവാഹം ചെയ്തു. ഹൃദയഭേദകമായ ഈ രംഗത്തെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അന്നു മുതൽ ടേറ്റയുടെ വീട്ടിൽ താമസിക്കാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ടർമാരോട് പറഞ്ഞു. തൻ്റെ കുടുംബം തന്നെ വഞ്ചിച്ചതായി അവർ അവകാശപ്പെട്ടു. 3 വർഷമായി ഒരുമിച്ചായിരുന്നു. ഞങ്ങളുടെ വിവാഹം നടത്തിത്തരാമെന്നെ സഹോദരങ്ങൾ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ അവസാന നിമിഷം അവർ ഞങ്ങളെ വഞ്ചിച്ചു. അവർ പറയുന്നത് ഇങ്ങനെ: സാക്ഷ്യം ടേറ്റയെ ആക്രമിക്കാൻ തങ്ങൾ സഹോദരങ്ങളെ 2 പോലീസുകാരും പ്രേരിപ്പിച്ചതായും അവർ ആരോപിച്ചു. അഞ്ചലിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട്. സക്ഷമിനെ കൊലപ്പെടുത്തിയ ദിവസം രാവിലെ 11 മണിയോടെ തൻ്റെ ഇളയ സഹോദരനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സക്ഷമിനെതിരെ കള്ളപ്പരാതി നൽകാൻ ആവശ്യപ്പെട്ടു. വിസമ്മതിച്ചപ്പോൾ പോലീസുകാർ തന്നെ തൻ്റെ സഹോദരനോട് പറഞ്ഞു: നിങ്ങൾ ആളുകളെ കൊന്നിട്ട് ഇവിടെ വരാറുണ്ടല്ലോ, നിങ്ങളുടെ സഹോദരിക്ക് ബന്ധമുള്ള ഈ മനുഷ്യനെ നിങ്ങൾ എന്തുകൊണ്ട് കൊന്നില്ല എന്ന്. ഉടൻ സഹോദരൻ: ശരി, ഞാനവനെ വൈകുന്നേരത്തോടെ കൊന്നിട്ട് നിങ്ങളുടെ അടുത്ത് വരാമെന്ന് മറുപടി നൽകി. ജാതിയുടെ പേരിലാണ് കൊലപാതകം നടന്നതെന്നും അവർ പറയുന്നുണ്ട്. അഞ്ചൽ മാമിദ്വാർ സ്പെഷ്യൽ ബാക്ക്വേർഡ് ക്ലാസ്സിൽ നിന്നുള്ളയാളാണ്. ടേറ്റയാകട്ടെ ദളിതനുമാണ് എന്നാണ് പറയുന്നത്. അതാണ് ഇവരുടെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നു. മഹാരാഷ്ട്രയിൽ ദുരഭിമാനക്കൊല വീണ്ടും സംഭവിച്ചിരിക്കുന്നു. പരാതി കൊടുക്കാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ യുവാവിനെ കൊന്നിട്ട് വരാൻ പറഞ്ഞത് പോലീസുകാർ തന്നെയെന്ന് വീണ്ടും പറയുന്നു. സംഭവത്തെക്കുറിച്ച് യുവതിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമുണ്ട്. യുവതി തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിച്ചത്. തൻ്റെ ആഗ്രഹം സാധിച്ചു തന്നില്ല. ശരിക്കും പറഞ്ഞാൽ എത്ര വർഷമായി ഞാൻ പ്രണയിച്ചതാണ്. ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ തടസ്സപ്പെടുത്താനായി എന്താണ് ഞാൻ ചെയ്തത്? ആഗ്രഹങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനപ്പുറം കൊല്ലാനാണോ ഇവർ തീരുമാനിക്കേണ്ടതെന്നാണ് യുവതി ചോദിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.